ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ലാബ് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഈ ഒരു ലാബിൽ നിന്നും 2025 പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സൊല്യൂഷനുമാണ്. ഓക്കെ, 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് 8 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 2 മാർക്ക്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഗിവൺ ഫങ്ഷൻസ് ആൻഡ് ഫൈൻഡ് ദെയർ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഈ ഗ്രാഫൊക്കെ വരച്ചിട്ട് ഡൊമൈനും റേഞ്ചും കാണുക. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ PDF നമ്മൾ കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആൻസർ ഷീറ്റിൽ ഈ ഫംഗ്ഷനൊക്കെ ഒന്ന് എഴുതി വെക്കുക. എങ്കിൽ നമുക്കത് ടൈപ്പ് ചെയ്യാൻ സൗകര്യം ഉണ്ടാവും. ഓക്കെ, 4 ഫംഗ്ഷനുകളുടെ ഡൊമൈനും റേഞ്ചും എഴുതാനാണല്ലോ. ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ ഒരു ടേബിൾ വരയ്ക്കുക. എന്നിട്ട് ഫങ്ഷൻസ്, ഡൊമൈന്, റേഞ്ച്, എല്ലാ ഫങ്ഷൻസും താഴേക്ക് വൃത്തിയായിട്ട് എഴുതുക. x മൈനസ് ബോക്സ് x, സ്ക്വയർ റൂട്ട് ഓഫ് 25 - x സ്ക്വയർ, 2x² + 4x + 3 റൂട്ട് ഓഫ് 5 - x. ഫങ്ഷൻസ് ഇങ്ങനെ വൃത്തിക്ക് താഴേക്ക് എഴുതുക. എന്നിട്ട് നമ്മൾ ആൻസർ ഷീറ്റിൽ ഇപ്പോൾ ഇത്രയും ഫംഗ്ഷനുകളായി അല്ലേ. എന്നിട്ട് നമ്മൾ ജിയോജിബ്രയുടെ വിൻഡോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആൻസർ ഷീറ്റ് നോക്കിയിട്ട് ഓരോ ഫംഗ്ഷനുകൾ ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ ഫംഗ്ഷൻ ആരാ? എക്സ് മൈനസ് ബോക്സ് എക്സ് ആണല്ലേ. എക്സ് മൈനസ് ബോക്സ് എക്സ് എങ്ങനെ ടൈപ്പ് ചെയ്യുക? ഫ്ലോർ എക്സ് എന്നല്ലേ ടൈപ്പ് ചെയ്യുക. എക്സ് മൈനസ് ഫ്ലോർ എക്സ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് ഫ്ലോർ എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടി. ഈ ഗ്രാഫ് കണ്ടിട്ട് ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും പറയാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാലോ. ഡൊമൈൻ കാണാൻ വേണ്ടി എക്സ് വാല്യൂ ആണ്. ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് ആരാണ്? റേഞ്ച് ഈക്വൽ ടു 0, 1 ആണ്. ഇത് മനസ്സിലാക്കാനുള്ള മാർഗം നമുക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഒന്ന് ഞാൻ കാണിച്ചു തരാം. പെർപെൻഡിക്കുലർ ലൈൻ ടൂൾ എടുക്കുന്നു. ഇതിൻ്റെ ആവശ്യമില്ല, കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ബെറ്റർ. ഓക്കെ, എന്നിട്ട് ഞാനൊരു വെർട്ടിക്കൽ ലൈൻ വരക്കുന്നു. അതേപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈനും വരക്കുന്നു. ഓക്കെ, ശേഷം ഈ വെർട്ടിക്കൽ ലൈന് കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാനതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. കളർ റെഡ് കളർ കൊടുത്തു. അതിൻ്റെ സ്റ്റൈൽ ഒക്കെ തിക്നെസ് ഒക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തു. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, അതായത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, രണ്ടാമത്തെ ലൈൻ്റെ കളറ്, ഹൊറിസോണ്ടൽ ലൈൻ്റെ കളറ് ഞാൻ ബ്ലൂ കളറൊക്കെ കൊടുത്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഡൊമൈൻ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡൊമൈൻ കാണാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ ഗ്രാഫിലൂടെ പാസ് ചെയ്യാം. മുഴുവൻ സത്തും ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ ആരാണ്? ആറാണ്. റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ലൈനാണ് ഗ്രാഫിലൂടെ പാസ് ചെയ്യേണ്ടത്. ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും y വാല്യൂ മീറ്റ് ചെയ്യുന്നില്ല. y വാല്യൂ ആണ് നോക്കേണ്ടത് കേട്ടോ. -3 -2 ഒന്നും മീറ്റ് ചെയ്യുന്നില്ല. 0ലാണ് മീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. 0 മുതൽ ഏത് വരെ മീറ്റ് ചെയ്യുന്നു? 1 വരെ. അപ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു സംശയം 1 ആൻസറിൽ ഉണ്ടോ ഇല്ല എന്നാണ്. y വാല്യൂ 1 ആൻസറിൽ ഉണ്ടോ? y വാല്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കൂ. നിങ്ങൾ 0 ഉണ്ടോ എന്ന് ഈ 0 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക നോക്കുക. 0 കൊടുക്കുമ്പോൾ 0 മൈനസ് ബോക്സ് 0 പറഞ്ഞാൽ എന്താ? 0 - 0 അല്ലേ. അപ്പോൾ 0 ആൻസറിലുണ്ട്. 0 ആൻസറിൽ ഉള്ളത് കൊണ്ട് പിന്നെ ഒരിക്കലും 1 ആൻസറിൽ ഉണ്ടാവില്ല. 0ക്ക് 0യും 1ഉം കൂടെ ഇമേജ് കിട്ടുമോ? ഇല്ല. അങ്ങനെ ആൻസർ വന്നാൽ എന്താ സംഭവിക്കുക? 0ക്ക് 1ഉം ആൻസർ കിട്ടി, 0യും ആൻസർ കിട്ടി. അപ്പോൾ ഫംഗ്ഷൻ ആയില്ലല്ലോ, 2 ഇമേജ് വന്നില്ലേ. അതുകൊണ്ട് 0 ആൻസർ ഉള്ളത് കൊണ്ട് ഒരിക്കലും 1 ആൻസർ ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കേസുകളും. അപ്പോൾ 1 ആൻസറിലില്ല. ആര് മാത്രമേ ആൻസറിലുള്ളൂ? 0 മാത്രമേ ആൻസറിലുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 1ൻ്റെ തൊട്ടിപ്പുറത്ത് അവസാനിക്കുന്നു. അതിനെന്താ നമ്മൾ പറയുക? ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0, 1 എന്നാണ് പറയുക. ഇങ്ങനെ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് കാണാം. ഈ തൊട്ടടുത്ത ഫംഗ്ഷൻ്റെ റേഞ്ച് 25 - x². 2 രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാം. ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുക. ആർക്കാണ് ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കേണ്ടത്? f(x). വേറെ പുതിയ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുന്നതിന് പകരം f(x) = എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യമാണല്ലോ. ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കിയിട്ട് ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കി. x മൈനസ് ഫ്ലോർ എക്സ് ആണ് നിലവിലുള്ള ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഞാൻ മാറ്റുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് 25 - x² ആക്കുന്നു. SQRT സ്ക്വയർ റൂട്ട് ഓഫ് SQRT ബ്രാക്കറ്റിനകത്ത് 25
-x² എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റിനകത്താണ് കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കണം, ടൈപ്പ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ ശരിയായിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, അത് ഞാൻ കൊടുത്തപ്പോൾ √25 - x² ഗ്രാഫ് നമുക്ക് ദൃശ്യമാകുന്നു. കണ്ടല്ലോ, √25 - x² ഗ്രാഫ് കണ്ടല്ലോ, സെമി സർക്കിളാണ്. എന്താ അതിൻ്റെ ഡൊമൈൻ റേഞ്ചും കാണണ്ടേ? ഡൊമൈൻ കാണാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വെർട്ടിക്കൽ ലൈൻ ഗ്രാഫിലൂടെ മൂവ് ചെയ്യണം. ഇത് നിർബന്ധമല്ല, വെർട്ടിക്കൽ ലൈൻ മൂവ് ചെയ്യിക്കൽ നിർബന്ധമല്ല, മനസ്സിലൂടെ മൂവ് ചെയ്താലും മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി, വിശദീകരിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. -5 ആൻസറിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. -5 ആൻസറിലുണ്ട്. -5 കൊടുക്കുമ്പോൾ ആൻസർ കിട്ടുമല്ലോ. -5 മുതൽ ഏത് വരെ വരുന്നത്? ഇവിടൊക്കെ ഗ്രാഫിന് മീറ്റ് ചെയ്യുന്നുണ്ട്. റെഡ് ലൈൻ അല്ലേ, വെർട്ടിക്കൽ ലൈൻ ഗ്രാഫിന് മീറ്റ് ചെയ്യുന്നുണ്ട്. ഏത് വരെ മീറ്റ് ചെയ്യും? 5 വരെ മീറ്റ് ചെയ്യും. അപ്പോൾ എന്താ ഡൊമൈൻ? ക്ലോസ്ഡ് ഇന്റർവെൽ -5. ഡൊമൈൻ എന്താ? ക്ലോസ്ഡ് ഇന്റർവെൽ -5. ഇനി എന്താ കാണേണ്ടത്? റേഞ്ച് കാണാം. റേഞ്ച് കാണാൻ നമുക്ക് ഏത് ലൈനാണ് വേണ്ടത്? ഹൊറിസോണ്ടൽ ലൈൻ വേണം അല്ലേ. ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുന്നു, എന്നിട്ട് ഇതിലൂടെ വൈയിലൂടെ കൊണ്ടുപോകുന്നു. 0യിൽ മീറ്റ് ചെയ്യുന്നു. വൈ വാല്യൂ ആണ് നോക്കണ്ടേ? വൈ വാല്യൂ ആണ് നോക്കേണ്ടത്. വൈ -3ൽ മീറ്റ് ചെയ്യുന്നില്ല, -2ൽ -1ൽ ഒന്നും മീറ്റ് ചെയ്യുന്നില്ല. 0ലാണ് മീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 മുതൽ ഏത് വരെ മീറ്റ് ചെയ്യും? 1 2 3 4 5 വരെ മീറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ എന്താ റേഞ്ച്? ക്ലോസ്ഡ് ഇന്റർവെൽ 0-5. ഡൊമൈൻ എന്തായിരുന്നു? ക്ലോസ്ഡ് ഇന്റർവെൽ -5. റേഞ്ച് എന്തായിരുന്നു? ക്ലോസ്ഡ് ഇന്റർവെൽ 0-5. നമ്മൾ ആൻസർ ഷീറ്റിൽ ഓരോന്നും കിട്ടുമ്പോൾ അതിങ്ങനെ വൃത്തിക്ക് എഴുതി വെക്കണം. ഓക്കെ, ഇനി ഒരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷനും കൂടെ ഉണ്ടല്ലോ, √5 - x. അപ്പോൾ ഇനി ഏറ്റവും ബെറ്റർ എന്താ? √5 - x വാല്യൂ കാണാം അല്ലേ. √5 - x വരച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാൻ കുറച്ചുകൂടി സൗകര്യമില്ലേ. √5 - x ഞാൻ ടൈപ്പ് ചെയ്യുന്നു. റേഞ്ച് ഞാൻ ആദ്യം കാണുന്നു. എന്താ റേഞ്ച് വരിക? ഇവിടെ ഒന്നും റേഞ്ച് ഇല്ല. 0 മുതൽ തുടങ്ങുന്നു, ഇൻഫിനിറ്റി വരെ. ഓക്കെ, 0 to ഇൻഫിനിറ്റി ആണ് റേഞ്ച്. എന്താ ഡൊമൈൻ? ഡൊമൈൻ കാണാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഹൊറിസോണ്ടൽ ലൈൻ അല്ല, വെർട്ടിക്കൽ ലൈനാണ് പാസ് ചെയ്യേണ്ടത്. ഇവിടൊക്കെ ഡൊമൈൻ ഉണ്ട്. ഏത് വരെ ഉണ്ട് ഡൊമൈന്? 5 വരെ. 5ന്റെ പുറത്തേക്ക് ഉണ്ടോ? ഇല്ല, 5 വരെ. അപ്പോൾ എന്താ ഡൊമൈൻ? ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ -∞ 5. റേഞ്ചോ? റേഞ്ച് ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ 0 ഇൻഫിനിറ്റി. ഇനി ഒറ്റ ഫംഗ്ഷനും കൂടെ അല്ലേ ഉള്ളൂ. ആ ഫംഗ്ഷൻ ഏതാ? 2x². കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യണം. 2x² + 4x then +3. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഡൊമൈൻ കിട്ടുന്നു. എന്താ ഡൊമൈൻ? ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് മുഴുവൻ സമയത്തും മീറ്റ് ചെയ്യും. റേഞ്ച് കാണാൻ എന്താ ചെയ്യേണ്ടത്? റേഞ്ച് കാണാൻ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിലൂടെ മൂവ് ചെയ്യണം. ഇവിടെ ഒന്നും മീറ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഒന്നും മീറ്റ് ചെയ്യുന്നില്ല. എവിടെ മീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്? 1ൽ നിന്ന് അല്ലേ. 1ൽ നിന്ന് മീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഏത് വരെ? ഇൻഫിനിറ്റി വരെ. ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ 1 ഇൻഫിനിറ്റി. വളരെ കൃത്യമാണല്ലോ. പല കുട്ടികളും ലാബ് ചെയ്യാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രാഫ് കിട്ടിയാൽ ആവശ്യമില്ലാതെ ഇങ്ങനെ സൂം ചെയ്യിക്കും, സൂം ഔട്ട് ആക്കും. ഇതൊന്നും ചെയ്യരുത്. നമുക്ക് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം ചെയ്താൽ മതി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ നമ്മുടെ ആപ്ലെറ്റിൽ ചെയ്യേണ്ടതില്ല. ഇത്രയും നമ്മൾ ചെയ്ത് ആൻസർ ഷീറ്റിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മാർക്ക് മൊത്തം നമുക്ക് കിട്ടി. എത്ര ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മാർക്ക്? 8 മാർക്ക്. 8 മാർക്കല്ലേ മാക്സിമം കിട്ടേണ്ടതുള്ളൂ, അത് മൊത്തം കിട്ടി. ഓക്കെ, ഇതിൻ്റെ ഡൊമൈൻ നമ്മുടെ ആൻസർ ഷീറ്റിൽ ഓരോന്നും കാണുമ്പോൾ വൃത്തിയായിട്ട് ക്ലോസും ഓപ്പണൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഡൊമൈനും റേഞ്ചും ഒക്കെ എഴുതി വെക്കണം. ഇതൊക്കെ ഞാൻ നേരത്തെ വിശദീകരിച്ച കാര്യമാണ്. അത് കൃത്യമായിട്ട് എഴുതി വെക്കുക, വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഇത്ര എഴുതേണ്ടുള്ളൂ. ഈ ഒരു ടേബിൾ മാത്രം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്ക്, അതായത് ആ ലാബിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്, അതും വേണമെങ്കിൽ ചെയ്യാം അല്ലേ. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിട്ട് ഈ ഫംഗ്ഷൻ എവിടെ വരക്കണം? നമ്മൾ ജിയോജിബ്രയിൽ വരക്കണം. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ പോയിട്ട് ജിയോജിബ്രയിൽ ഗ്രാഫ് വരക്കല്ല ചെയ്യേണ്ടത്. പിന്നെ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഗ്രാഫ് നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ ആൻസർ ഷീറ്റിൽ എഴുതണം. ഡെഫിനിഷൻ ആൻസർ ഷീറ്റിൽ ആദ്യമായിട്ട് എഴുതണം. ഓക്കെ, ആ ഡെഫിനിഷൻ കണ്ടുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് വരക്കാൻ പോകേണ്ടത്. ഇവിടെ ഈ ഡെഫിനിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഡെഫിനിഷൻ നോക്കാം. നോക്കിയേ, ഈ ഫംഗ്ഷൻ എന്താ? നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഫംഗ്ഷൻ അല്ലേ, s² അല്ലേ. കണ്ടോ, s² ആണ് ഈ ഫംഗ്ഷൻ അല്ലേ, s² ആണ്. അപ്പം ഞാൻ f(x) s² എന്ന് എഴുതി. നോക്കൂ, s² ഏത് വരെ ഉള്ളൂ? 1നേക്കാൾ ചെറുതാകുമ്പോഴല്ലേ ഉള്ളൂ. 1ഉം അതിനേക്കാൾ ചെറുതാകുമ്പോഴല്ലേ s². കണ്ടോ, ഈ s² എന്നുള്ള ഫംഗ്ഷൻ 1ഉം അതിനേക്കാൾ ചെറുതാകുമ്പോഴാണ് അല്ലേ. അപ്പോൾ x < 1 ആകുമ്പോഴാണ് s². x < 1 ആകുമ്പോഴാണ് s² ഞാൻ എഴുതി. പിന്നെ 1നേക്കാൾ വലുതാകുമ്പോഴുള്ള ഫംഗ്ഷൻ ആരാ? ഇത് കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാകുന്നത് ഫ്ലോറക്സ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ. പക്ഷെ ഇത് ഒറിജിനൽ ഫ്ലോറക്സ് ആണോ? ഫ്ലോറക്സ് ആണെങ്കിൽ 1ന്റെ ആൻസർ 1 അല്ലേ കിട്ടേണ്ടത്.
1 ആൻസർ 1 അല്ലേ കിട്ടേണ്ടത് അല്ലേ? 1.5 ആൻസർ 1 അല്ലേ? അപ്പോൾ ഇവിടെ അല്ലേ വരേണ്ടത്? അല്ലല്ലോ വന്നത്, ഇതിന് തൊട്ട് മുകളിലാണല്ലോ വന്നത് അല്ലേ? അപ്പോൾ ഫ്ലോറക്സിനോട് 1 കൂട്ടുന്നതാണ് ഈ ഫംഗ്ഷൻ. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഫ്ലോറക്സിനോട് എന്ത് കൂട്ടുക? 1. ഫ്ലോറക്സ് അല്ല, ഫ്ലോറക്സ് പ്ലസ് 1. ഓക്കെ, ഫ്ലോറക്സ് പ്ലസ് 1. എപ്പോഴാണ് ഫ്ലോറക്സ് പ്ലസ് 1 വരുന്നത്? ഫ്ലോറക്സ് പ്ലസ് 1 വരുന്നത് എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ വലുതാകുമ്പോഴാണ്. എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ വലുതാകുമ്പോൾ, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ. മനസ്സിലായ? എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്ത് വരും? ഫ്ലോറക്സ് പ്ലസ് 1. ആദ്യം ഈ ഡെഫിനിഷൻ ആൻസർ ഷീറ്റിൽ വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, ഇനി നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്, ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഫംഗ്ഷനെങ്കിൽ, ഇത് ടൈപ്പ് ചെയ്യാനല്ല, ഇതാണ് കിട്ടുന്ന ഫംഗ്ഷനെങ്കിൽ ഇതുപോലെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് ഈഫ് എന്നുള്ളൊരു കമാൻഡ് കൊടുത്തിട്ട് ആദ്യത്തെ കണ്ടീഷൻ എഴുതുക, എക്സ് ലെസ് ദാൻ ഒരിക്കലും ഇട്ടു, എന്നിട്ട് ആദ്യത്തെ ഫംഗ്ഷൻ എഴുതുക എസ് സ്ക്വയർ, എന്നിട്ട് കോമ ഇട്ടിട്ട് രണ്ടാമത്തെ ഫംഗ്ഷൻ എഴുതുക, വേറെ കണ്ടീഷൻ ഒന്നും എഴുതണ്ട, ഫംഗ്ഷൻ എഴുതുക. ഇതേപോലെയാണ് ഇതും ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ആപ്ലെറ്റിലേക്ക് പോവാണ്. ആദ്യം ഇത് കൃത്യമായിട്ട് ആൻസർ ഷീറ്റിൽ എഴുതണം കേട്ടോ, എന്നിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യേണ്ടത്. ശരി, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം എന്താ വേണ്ടത്? ഈഫ് എന്നുള്ള കമാൻഡ് കൊടുക്കണം അല്ലേ? IF ഈഫ് എന്നുള്ളത്. ഈഫ് ഒക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, LF എന്നൊന്നും കൊടുക്കരുത്. ഓക്കെ, ഈഫ് എന്നുള്ള കമാൻഡ് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ എൽസ് ഒക്കെ ഉള്ളത് എടുക്കുക, എന്നിട്ട് കണ്ടീഷൻ എന്നുള്ള ഹൈലൈറ്റ് അവിടെ. ഒന്നാമത്തെ കണ്ടീഷൻ എക്സ് ലെസ് ദാൻ, ആദ്യ കണ്ടീഷൻ അല്ലേ എഴുതേണ്ടത്? ഇവിടുത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ആൻസർ ഷീറ്റിലുണ്ടല്ലോ, എക്സ് ലെസ് ദാൻ ഒരിക്കലും 1 ആണല്ലോ, അത് എഴുതുക. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫസ്റ്റ് കണ്ടീഷൻ എഴുതി. റൈറ്റ് ആരോ കീ പ്രസ് ചെയ്യുമ്പോൾ ദെൻ എന്നുള്ള ഹൈലൈറ്റ് ആവും. എന്നിട്ട് ആദ്യത്തെ ഫംഗ്ഷൻ എഴുതുക. എന്താ ഫംഗ്ഷൻ? എസ് സ്ക്വയർ അല്ലേ? ഇവിടെ കണ്ടോ എസ് സ്ക്വയർ എന്നല്ലേ എഴുതിയത്? ആ എസ് സ്ക്വയർ എന്ന് എഴുതുക, എക്സ് സ്ക്വയർ ആദ്യത്തെ ഫംഗ്ഷൻ എഴുതി. വീണ്ടും റൈറ്റ് ആരോ കീ നമ്മൾ പ്രസ് ചെയ്യുന്നു, എൽസ് എന്നുള്ള ഹൈലൈറ്റ് ആകുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? നമ്മുടെ രണ്ടാമത്തെ ഫംഗ്ഷൻ ഫ്ലോറക്സ് പ്ലസ് 1. ഓക്കെ, ഫ്ലോറക്സ് പ്ലസ് 1. ഫ്ലോറക്സ് ശ്രദ്ധിച്ചെഴുതണം കേട്ടോ, ഫ്ലോറക്സ് എന്ന് എഴുതുന്നു. ഫ്ലോറക്സ് എന്ന് എഴുതുമ്പോൾ ആ ഫ്ലോറക്സിലെ എക്സ് വേണമെങ്കിൽ ഒന്ന് ബ്രാക്കറ്റിൽ കൊടുക്കാം. ഓക്കെ, ഫ്ലോറക്സ് പ്ലസ് 1 ആണ്. ഫ്ലോർ ഓഫ് എക്സ് പ്ലസ് 1 അല്ല, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പ്ലസ് 1 എഴുതരുത്, പുറത്താണ് പ്ലസ് 1 എഴുതേണ്ടത്. പ്ലസ് ബ്രാക്കറ്റിൻ്റെ പുറത്തിടുക, പ്ലസ് 1. ഓക്കെ, അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ നമുക്ക് ഗ്രാഫിൽ ചോദിച്ചത് അതേ ഗ്രാഫ് നമുക്ക് ഇവിടെ കിട്ടും. വളരെ സിമ്പിളാണ് അല്ലേ? അതേ ഗ്രാഫ് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഡൊമൈൻ എന്താ മക്കളെ? 6. റേഞ്ച് എന്താ? 0 ഇൻഫിനിറ്റി. വേണമെങ്കിൽ അതൊക്കെ പഠിക്കാം. ഇപ്പോൾ ഇവിടെ ഇതിലൂടെ ഗ്രാഫ് വന്നത് കൊണ്ടാണ് എസ് സ്ക്വയർ ആയത്. ഇതിലൂടെയാണ് ഈ ഗ്രാഫ് വന്നെങ്കിലോ എസ് സ്ക്വയർ മൈനസ് 1 ആവും, ഇതിലൂടെ ആണെങ്കിൽ എസ് സ്ക്വയർ മൈനസ് 2 ആവും. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു യൂണിറ്റ് മുകളിലേക്കാണ് പൊക്കി വെച്ചത് അല്ലേ? ഇനി താഴേക്കാണ് പൊക്കി വെച്ചതെങ്കിലോ, ഇവിടെയാണ് ഇങ്ങനെ ഗ്രാഫ് വന്നതെങ്കിലോ ഫ്ലോറക്സ് -1 ആകും. അതൊക്കെ ചോദ്യത്തിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ആൻസർ ഷീറ്റിൽ ആകെ എഴുതേണ്ടത് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് എഴുതിയാൽ മതി. ഗ്രാഫ് വരക്കണം എന്നൊന്നുമില്ല. വേണമെങ്കിൽ എന്തുകൂടി ഒന്ന് എഴുതി വെക്കാം, ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഡ്രോൺ. നമ്മൾ വരച്ചിട്ടുണ്ട് ജോജിബ്രയിൽ എന്ന് എഴുതി വെക്കാം. 2 മാർക്കല്ലേ ഉള്ളൂ, ഫംഗ്ഷൻ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. വരച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇതോടുകൂടി ലാബ് 3യിൽ നിന്ന് ഈ വർഷം മോഡൽ എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. വളരെ ഈസി അല്ലേ? വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ അല്ലേ? ഒരു 5 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ് മതി ഇത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, നന്നായിട്ട് ലാബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.